അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന് നമ്മൾ ഇന്നും വിശേഷിപ്പിക്കുന്ന ശിങ്കാരവേൽ ചെട്ടിയാരാണ്. കൽക്കത്ത വലിയ സമര കേന്ദ്രമാണ്. ആ സമരത്തിനൊട്ടാകെ നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പതികൻ എന്ന് ഞങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്ന മുസഫർ അഹമ്മദാണ്. കാൺപൂര് മില്ലുകളുടെ സങ്കേതമാണ്, തൊഴിലാളികളുടെ കേന്ദ്രമാണ്. ആ കാൺപൂര് സമരങ്ങൾക്ക്, തൊഴിലാളികളുടെ സമരത്തിന് നേതൃത്വം കൊടുത്തത് നളിനി ഗുപ്തയാണ്. ബനാറസിൽ ഗുലാം ഹുസൈനാണ്. ഇങ്ങനെ ഇന്ത്യയിൽ എവിടെയെല്ലാം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നുവോ അവിടെയെല്ലാം തൊഴിലാളികളുടെ സംഘടന രൂപീകരിച്ചുകൊണ്ട് വമ്പിച്ച സമരങ്ങൾ അവിടെയെല്ലാം ഉയർന്നിരിക്കുകയാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതോടുകൂടി എല്ലാ മേഖലയിലും തൊഴിലാളികളുടെ അതിശക്തിയായ സമരങ്ങൾ വളർന്നു വരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ആ ചരിത്രം പറഞ്ഞു പോയാൽ 1945, 46, 47 ആകുമ്പോ ഇന്ത്യ പണിമുടക്കങ്ങളുടെ ഘോഷയാത്രയാണ്. ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളത് 1946 ഇന്ത്യയിൽ നടന്ന പണിമുടക്കം എന്ന് പറയുന്നത് 191 പണിമുടക്കം നടന്നു എന്നാണ്. 1946 ഇന്നിപ്പോ നമ്മൾ കഴിഞ്ഞ 28-29 പണിമുടക്കത്തിൽ ട്രേഡ് യൂണിയൻ സെന്റർ പറയുന്ന 30 കോടി ആളുകൾ അണിനിരന്നു എന്നാണ്. അന്ന് ലക്ഷങ്ങൾ. 1946 191 പണിമുടക്കം നടന്നു എന്ന് പറഞ്ഞാൽ അന്ന് ആ പണിമുടക്കത്തിൽ അണിനിരന്നത് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളാണ്. അപ്പോ തൊഴിലാളി മേഖലയിലൊട്ടാകെ സമര മുഖരിതമാണ്. ഇപ്പുറത്തോ കാർഷിക മേഖല വമ്പിച്ച സമരം നടക്കില്ലേ? കാർഷിക മേഖല വമ്പിച്ച സമരമാണ്. പശ്ചിമ ബംഗാളിൽ തേഭാഗ എന്ന് പറയുന്ന സ്ഥലം കർഷകരുടെ കേന്ദ്രമാണ്. അവര് ജമ്മിമാർക്കെതിരായി, ഗുലാത്തികൾക്കെതിരായി, തമ്പ്രാമാർക്കെതിരായി അവര് കൃഷി ചെയ്ത് വിളവെടുത്താൽ ആ വിളവിന്റെ 10% 10 ഞങ്ങൾക്ക് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്ത് വരിക. ആ സമരത്തെയെല്ലാം ചോരയിൽ മുക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള പരിശ്രമം അവർ നടത്തിയില്ലേ? മഹാരാഷ്ട്ര വള്ളി എന്ന് പറയുന്ന പ്രദേശം ആദിവാസികളുടെ കേന്ദ്രമാണ്. ഞാൻ നേരത്തെ സന്താൽ കലാപത്തെ പറ്റി പറഞ്ഞതുപോലെ അമ്പും വില്ലു കൊടുത്തുകൊണ്ട് സമരത്തിന് പോവുകയല്ലേ? ആ വള്ളിയുടെ സമരത്തെ അടിച്ചമർത്തിയില്ലേ? പക്ഷേ ആളുകളൊന്നും പിന്തിരിഞ്ഞു പോയില്ല. അവിടെയും ആളുകൾ സമരരംഗത്ത് അണിനിരക്കുകയാണ്. ത്രിപുരയിൽ വന്നാൽ ഗോത്രവർഗത്താന്റെ സമരം, എന്തെല്ലാം സമരം നടന്നേ? അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മുദ്രാവാക്യം വിളിക്കുന്ന കയ്യൂരും കരുവള്ളൂരും പുന്നപ്പറയും വേലാറും എല്ലാം നമ്മുടെ കേരളത്തിൽ അന്നത്തെ തിരുവിതാംകൂറും കൊച്ചിയിലും മലബാറിലും അരങ്ങേറുന്നത്. എത്രയെത്ര സമരങ്ങളാണ്! ഈ സമരങ്ങളൊന്നും കോൺഗ്രസുകാർക്ക് വേണ്ടി ചരിത്രം എഴുതിയ ചരിത്രകാരന്മാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അംഗീകരിച്ചിട്ടില്ല. ഇപ്പൊ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുടെ മറ്റൊരു പണി ഇതുവരെ ആര് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? കോൺഗ്രസ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താന്ന് വെച്ചാൽ 1885 രൂപം കൊണ്ട കോൺഗ്രസ് പാർട്ടി ഇന്നതാ 75 വർഷം പൂർത്തിയായി. നമ്മള് 76ാമത് വർഷത്തേക്ക് കടക്കുകയാണല്ലേ? ഈ 76 വർഷത്തിനിടയിൽ ഇന്ത്യ ഭരിച്ചതാര? 50 വർഷമെങ്കിലും കോൺഗ്രസ് അല്ലേ? വളരെ കുറച്ച് 20-22 വർഷമല്ലേ എന്താ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചത്? അപ്പോ ഇന്നലെ വരെ അല്ലെ ഇന്ന് നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ചരിത്രം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അവരുടെ ചരിത്ര പണ്ഡിതന്മാർ എഴുതിവെച്ചിട്ടുള്ള ചരിത്രമാണ്. ഏതൊരു രാജ്യത്തിന്റെയും ചരിത്രം എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഭരണാധികാരി വർഗത്തിന് വേണ്ടി അവർ കൂലിക്കെഴുതിപ്പിക്കുന്ന ചരിത്രമാണ്. ഇന്ന് ആ ചരിത്രത്തിൽ ഇടമില്ലാത്തത് കൊണ്ടാണ് നരേന്ദ്രമോദി അവരുടെ ചരിത്രം എഴുതി ചേർക്കാൻ വേണ്ടി കൂലിക്കാരെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് കോൺഗ്രസിന്റെ ചരിത്രം. ആ കോൺഗ്രസുകാരെ എഴുതി വെച്ച ചരിത്രത്തിൽ നമ്മൾ ഈ പറഞ്ഞ സമരങ്ങളൊന്നുമില്ല. കയ്യൂർ സമരം എന്തിനാ നടത്തിയത്? 1940 കടുത്ത ക്ഷാമം, പട്ടിണി, ദാരിദ്ര്യം. പക്ഷേ എമ്മിമാരുടെ പത്തായം നിറയെ നെല്ലുണ്ട്, അരിയുണ്ട്, പൂഴ്ത്തിവെക്കുക. എന്താന്ന് വെച്ചാൽ പൂഴ്ത്തിവെക്കുക, വിലക്കയറ്റം വർദ്ധിപ്പിക്കുക, എന്നിട്ട് കൂടിയ വിലയ്ക്ക് വിൽക്കുക. കർഷക സംഘം സജീവമായി. കർഷക സംഘം പറഞ്ഞ് ഇങ്ങനെ പൂഴ്ത്തിവെക്കാൻ പറ്റില്ല, നെല്ല് വരിയെടുത്ത് പാവപ്പെട്ടവന് വിതരണം ചെയ്യണം. കർഷക സംഘം ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തു. ആ പ്രതിഷേധ സമരത്തിന് നേതൃത്വം കൊടുത്ത 2 സഹാക്കളെ പോലീസുകാരൻ പിടിച്ചുകൊണ്ട് ഈ തല്ലി കൊല്ലുക. മർദ്ദക വീരന്മാരായ പോലീസ് ഓഫീസർമാരുണ്ട്. ഒരു കുട്ടി കൃഷ്ണമേനോൻ, ഒരു സുബ്രഹ്മണ്യൻ, ഇവരൊക്കെ മർദ്ദക വീരന്മാരാണ്. ചുവപ്പ് കണ്ടാൽ കരിയിളകും,
അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരനെ പിടിക്കും, അപ്പൊ തല്ലിക്കൊല്ലും. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ സഹാക്കളെ പിടിച്ചുകൊണ്ട് ഈ മർദ്ദിച്ചു കൊല്ലുന്നത് കണ്ടപ്പോ കർഷക സംഘം പറഞ്ഞു നമ്മുടെ പ്രതിഷേധം പിറ്റേന്ന്. അങ്ങനെയല്ലേ നമ്മൾ പ്രതിഷേധം നടത്തുമല്ലോ. ഇന്നലെ പാലക്കാട് ഒരു സാധനം കൊന്നിരിക്കുക. ഇന്നിപ്പോ ഈ ദിനാചരണം ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം മാറ്റിവെച്ചതല്ലേ, അല്ലെ പ്രതിഷേധിക്കണ്ടേ? അന്ന് പ്രതിഷേധം ജാഥ ഇങ്ങനെ പോകുന്നു, കർഷക സംഘത്തിന്റെ ജാഥ. അങ്ങനെ കർഷക സംഘത്തിന്റെ ജാഥ മുദ്രാവാക്യം വിളിച്ച് നടന്നു ചെല്ലുമ്പോഴാണ് ജാഥയുടെ മുന്നേ മർദ്ദക വീരൻ സുബ്രയൻ എന്ന് പറയുന്ന SI ചെന്ന് പെട്ടത്. അയാൾ കള്ള് ഷാപ്പിയിരിക്കുകയായിരുന്നു. അങ്ങനെ പറയാൻ മടിയായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാതെ. മുദ്രാവാക്യം വിളി കേട്ടപ്പോ കള്ള് ഷാപ്പിൽ നിന്ന് സുബ്രയൻ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയത് ജാഥയുടെ മുന്നേ. എന്ത് ചെയ്യാൻ പറ്റും? ഓടാൻ പറ്റൂല, കുട്ടി ആനയാണ്. ഒരു 10-100 കിലോ ഭാരം വരും. മുട്ടോളെത്തുന്ന ബൂട്ടും സോക്സും ക്രോസ് ബെൽറ്റ് കുന്തം പോലത്തെ തൊപ്പി. പഴയ പോലീസാണ്, ഓടാൻ പറ്റുന്നില്ല. അതിന്റെ മുന്നേ പെട്ടുപോയി. എന്ത് ചെയ്യും? മുന്നേ നിന്ന് പിള്ളേര് തൂക്കിയെടുക്കല്ലേ. നേതാക്കൾ പറഞ്ഞു വേണ്ട വേണ്ട, പോലീസിനെ കൈവയ്ക്കണ്ട. അപ്പൊ കൂടെ നിന്ന് സാഹ പറഞ്ഞു നിങ്ങൾക്കത് പറയാം, എവനാണ് എന്റെ അമ്മയെ ഉപദ്രവിച്ചു എന്നേ ഞാൻ പറയുന്നുള്ളൂ, ഉപദ്രവിച്ചു കൊന്നത്. അടുത്ത് നിന്ന് സാഹ പറയാ എവനാണ് എന്റെ സഹോദരിയെ ഇല്ലാതാക്കിയത്, ഇവനെ കൊല്ലണം. നേതാക്കൾ പറഞ്ഞു വേണ്ട, നിങ്ങൾക്കത് അനുസരിക്കാൻ പറ്റില്ല, നിങ്ങൾ മാറിപ്പിക്കും. അപ്പൊ പിള്ളേര് തണുത്തപ്പോ അവര് എന്നാ പിന്നെ അടവൊന്ന് മാറ്റി. അടിക്കാനും പിടിക്കാനും നിന്നില്ല. മുമ്പ് ഇരുന്ന ഈ ചുവന്ന കൊടിയെടുത്ത് SIയുടെ കൈ കൊടുത്തു, പിടിയിടാന്ന് പറഞ്ഞു. യൂണിഫോം ഇട്ടിരിക്കുന്ന സുബ്രയൻ കൊടി പിടിക്കുവോ? കൊടി കൊടുത്തില്ല, പള്ളയിലിട്ട് 2 കുത്ത്. അപ്പൊ കൊടി വാങ്ങിച്ചു. എന്നിട്ട് വിളിച്ചു ഇൻകിലാബ് സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, എമ്മിത്തം തുലയട്ടെ, സാമ്രാജ്യത്തെ നശിക്കട്ടെ, ഐക്യ കേരളം സിന്ദാബാദ് മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞു. മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നു, വിളിക്കുന്നില്ല. കഴുത്തിലിട്ട് 2 കുത്ത്. അപ്പൊ താനേ മുദ്രാവാക്യം വന്നു. അപ്പോ ഇവിടുന്ന് ജാഥ വരുന്നു. അപ്പൊ സുബ്രയൻ വിചാരിച്ച് അങ്ങോട്ട് ഓടാന്ന് വെച്ചു. അവിടെ ഈ ജംഗ്ഷനിലെത്തിയപ്പോ അവിടെ നിന്നും ജാഥ വരിക. അപ്പൊ പിന്നെ ഉള്ളത് ഇങ്ങോട്ടുള്ള റോഡ്. എന്നാ പിന്നെ അങ്ങോട്ട് ഓടാം. അവിടെ കാണുന്നത് കുളമല്ല, 6 തേജസ്വിനി, കയ്യൂരിലെ ഏറ്റവും പ്രസിദ്ധമായ തേജസ്വിനി. അയാൾ വേറെ ഒന്നും ആലോചിച്ചില്ല. പിടിച്ചിരുന്ന കൊടി വലിച്ച് താഴേക്ക് എറിഞ്ഞിട്ട് ഒറ്റ ഓട്ടവും ഒറ്റ ചാട്ടവും എവിടേക്ക്? നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന തേജസ്വിനിയിലേക്ക്. അയാൾ വിചാരിച്ച് നീന്തി രക്ഷപ്പെടാന്ന്. നീന്താനൊന്നും പറ്റില്ല. വെള്ളം കുടിച്ച് സുബ്രയൻ എന്ന് പറയുന്ന SI ചത്തു. അല്ലേ? കേസെന്തായി? SI സുബ്രയനെ കമ്മ്യൂണിസ്റ്റുകാരൻ കർഷക സംഘത്തിന്റെ ആളുകൾ ജാഥയിൽ പോയപ്പോ അടിച്ചു വന്ന് എവിടെ കളഞ്ഞു? ആറ്റിൽ കളഞ്ഞു. അബൂബേക്കർ, ചിരുക്കണ്ടൻ, കുഞ്ഞമ്പു നായർ, ചൂരായി കൃഷ്ണൻ നായർ, KPR ഗോപാലൻ, EK നായനാർ, ഇവരെല്ലാം കേസിലെ പ്രതികൾ. നായനാര് പിടികൊടുത്തില്ല, ഒളിച്ചു കളഞ്ഞു. കൃഷ്ണൻ നായരും KPR ഗോപാലനെയും പിടിച്ചു, ബാക്കിയുള്ളവരെയും പിടിച്ചു. ഈ 2 പേരും പിള്ളേരാ, 18 വയസ്സായില്ല, അതുകൊണ്ട് വെറുതെ വിട്ടു. ബാക്കി 4 പേര് അബൂനെയും അബൂബേക്കറേയും ചിരുക്കണ്ടനെയും കുഞ്ഞമ്പു നായരെയും തൂക്കി കൊല്ലാൻ വിധിച്ചു. എത്ര വയസ്സ്? 23 വയസ്സിന് താഴെ. 4 പേരെയും തൂക്കി കൊല്ലാൻ വിധിക്കുക. അന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ PC ജോഷിയാണ്, പൂർണ്ണചന്ദ്ര ജോഷി. അദ്ദേഹം കൽക്കട്ടയിലാണ്. കൽക്കട്ടയിലുള്ള ജോഷി പറഞ്ഞു എനിക്ക് മലബാർ പോകണം. അവര് മലബാർ എന്നാ പറയുന്നത്, കേരളം എന്നല്ല. മലബാർ പോകണം, ആ സഹാക്കളുടെ വീടുകളിൽ പോകണം, അവരെ രക്ഷകർത്താക്കളെ കാണണം. അങ്ങനെ PC ജോഷിയും സുന്ദരയും VV കുഞ്ഞമ്പും കൃഷ്ണപിള്ളയും എല്ലാവരും കൂടെ ഈ 4 സഹാക്കളുടെ വീടുകളിൽ പോയി. അച്ഛനെ അമ്മയും വിളിച്ചിറക്കി. എന്തു പറയും? അടുത്ത ആഴ്ച തൂക്കിക്കൊലയ്ക്ക് വിധേയരാവുന്ന മക്കളുടെ അച്ഛനോടും അമ്മയോടും എന്ത് പറയൂലേ? സുഖമാണോ എന്ന് ചോദിക്കാൻ പറ്റുമോ? മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാൻ പറ്റുന്നില്ല. വിങ്ങിപ്പൊട്ടി നിൽക്കുന്നു. ഒരു പരുവത്തിൽ നേതാക്കന്മാര് പറഞ്ഞു വെച്ചു നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം. നിങ്ങളുടെ മക്കളില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രയാസപ്പെടേണ്ട. ഈ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം നിങ്ങളെ മക്കളെന്നെ, നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് നേതാക്കന്മാര് നേരെ ജയിലറയിൽ പോയി. പിള്ളേരറിഞ്ഞു നേതാക്കന്മാർ ഞങ്ങളെ കാണാൻ വരികയാണ്. പിള്ളേർ ജയിലറയിൽ കിടന്ന് തൊണ്ട് പൊട്ടുമാറുച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു. നേതാക്കളെ വരവേറ്റു. എന്നിട്ട് അടിയിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ചുണക്കുട്ടന്മാർ. നേതാക്കന്മാർ അവരുടെ മുന്നേ പോയി. അവരോടെന്ത് പറയും? അടുത്ത ആഴ്ച കൊല്ലാൻ പോവുകയാണ്, തൂക്കിക്കൊലയ്ക്ക് വിധേയമാവാൻ പോവുകയാണ്. ഒന്നും പറയാൻ പറ്റുന്നില്ല. PC ജോഷിയുടെ കണ്ണ് നിറയുന്നു, ചുണ്ടുകൾ വിതുമ്പുന്നു. എന്തൊക്കെയോ പറയാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു. വാക്കുകളൊന്നും പുറത്തു വരുന്നില്ല.
വി കുഞ്ഞമ്പു എന്ന് പറയുന്ന അവിടത്തേക്കാരൻ നേതാവ്, അദ്ദേഹം പറഞ്ഞു, ഞാൻ എത്രയോ പ്രാവശ്യം ഈ സഹാക്കളെ ജയിലിൽ പോയി കണ്ടതാണ്. അന്നൊന്നും ഇത്തരത്തിലുള്ളൊരു പിരിമുറുക്കം ഒന്നും ഉണ്ടായില്ല. പക്ഷേ അന്ന് എനിക്കും മിണ്ടാൻ പറ്റില്ല. നേതാക്കന്മാര് വിങ്ങി പൊട്ടുന്നത് കണ്ടപ്പോ, കണ്ണ് നിറയുന്നത് കണ്ടപ്പോ, ചുണ്ടുകൾ വിതുമ്പുന്നത് കണ്ടപ്പോ ഈ പിള്ളേര് പറഞ്ഞു, നിങ്ങൾ നേതാക്കന്മാർ, നിങ്ങൾ കരയരുത്, നിങ്ങൾ പുറത്തുപോയി ഞങ്ങളുടെ കഥ പറയും ജനങ്ങളോട്, ഞങ്ങൾക്ക് ഇതിലൊരു പ്രയാസമില്ല. ഇനിയും ജനിക്കാൻ അവസരം കിട്ടിയാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായി ജനിക്കും എന്ന് പറഞ്ഞ ധീരരായ രക്തസാക്ഷികളാണ് ആര്? കയ്യൂർ സഹാക്കൾ. ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ലേ? കോൺഗ്രസുകാരൻ നടത്തിയ ഉണക്ക സമരം പോലെയാണോ ഇത്? ജീവനില്ലാത്ത സമരം പോലെയാണോ ഇത്? 1946 ഒക്ടോബർ മാസം 27-ാം തീയതി ആലപ്പുഴ ജില്ലയിൽ പുന്നപ്പറയിലെ വയലാറിലും എത്ര ആളുകളാ വെടിയേറ്റ് മരിച്ചത്? അവിടെ മർദ്ദക വീരന്മാരെ കൊണ്ടിറക്കി. ആരാ മർദ്ദക വീരന്മാർ? ഒന്ന് നമുക്കറിയാം, സിനിമാ നടൻ സത്യൻ. പഴയ തലമുറയ്ക്ക് അറിയില്ലേ? സത്യന്റെ സിനിമയ്ക്ക് ഞങ്ങളുടെ തലമുറയിൽ ഒരു ഹരമായി. പിന്നെ ഒരാള് ഒരു വേലായുധ നാട നെയ്യാറ്റിങ്കരക്കാരന വാരിക്കുന്തം കൊണ്ട് അപ്പൊ തന്നെ ചത്തു. മർദ്ദക വീരന്മാർ. കമ്മ്യൂണിസ്റ്റുകാരെന്ന് കണ്ടാൽ അവിടെ കർഷക തൊഴിലാളികളാണ്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ടുപോയ തല്ലുകൊല്ലുക. വൈകുന്നേരമാകുമ്പോ ഗൂണ്ടകൾ വീടുകൾ പൊളിച്ച്, കുടിലുകൾ പൊളിച്ച് സ്ത്രീകൾ ഉപദ്രവിക്കുക. എന്തൊരവസ്ഥയാണ്! തിരുവിതാംകൂർ മേഖലയിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം പി കൃഷ്ണപിള്ളയ്ക്ക്, എം തോന്നുന്നവർക്കും പി ടി കുഞ്ഞുസിനും. ഈ നേതാക്കന്മാരുടെ താണുകൾ പോയി. ഞങ്ങൾക്ക് വീടുകളിൽ പോകാൻ പറ്റുന്നില്ല. പേടിയല്ല, എന്തിനാ വെറുതെ ചാവുന്നേ? പട്ടിയെ ആരും ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊല്ലുകയില്ലേ? അപ്പൊ നേതാക്കന്മാർ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്നാ പിന്നൊരു കാര്യം, നമുക്ക് ക്യാമ്പ് തുറക്കാം. വലിയ പോലെ വെട്ടിയെടുത്ത് ഒന്നായി വെച്ച് അതിനെ മുടഞ്ഞ് ഇങ്ങനെ കോട്ട പോലെ കുത്തി നിർത്തി ക്യാമ്പ്. ആണുങ്ങളെല്ലാം അവിടെ താമസം. ഇപ്പൊ പെണ്ണുങ്ങളെ ഉള്ളു വീട്ടില്, കുട്ടികളുണ്ട്. ഇത് ആര് മണത്തറിഞ്ഞു? ഗുണ്ടകളും പോലീസും മണത്തറിഞ്ഞു. പിന്നെ അവരുടെ അഭ്യാസം മുഴുവൻ സ്ത്രീകളുടെ നേർക്കായിരുന്നു, മക്കളുടെ നേർക്കായിരുന്നു. 4-6 ദിവസം പിടിച്ചിരുന്നു. പറ്റുന്നില്ല, ചീത്തയായി പോവും, ഇല്ലാണ്ടായി പോവും. അവർക്ക് പെണ്ണുങ്ങൾ കുട്ടികളെ എടുത്തുകൊണ്ട് നേരെ ക്യാമ്പിൽ ചെല്ലുകയാണ്. അവർ പറഞ്ഞു, ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും അന്തസ്സായി മരിക്കുന്നതല്ലേ നല്ലത്. പോലീസുകാരന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രസവിക്കണോ? അതിന് ഞങ്ങളെ കിട്ടില്ല, ഞങ്ങൾ ചത്തുകളയും. നേതാക്കന്മാര് പറഞ്ഞു, കണ്ടില്ലേ പോലീസിന്റെ ക്യാമ്പ് കണ്ടില്ലേ? അവന്റെ കയ്യിൽ യന്ത്ര തോക്കിരിക്കുകയില്ലേ? അവൻ നമ്മൾ വെടിവെക്കും. വെടി പട്ടാളത്തിനേക്കാൾ വലുതല്ല പട്ടാളം എന്നാണ് പെണ്ണുങ്ങൾ പറഞ്ഞേ. പട്ടാളമെങ്കിൽ പട്ടാളം, പോലീസെങ്കിൽ പോലീസ് വരട്ടെ, വിരുദ്ധര വെടിവെച്ച് കൊല്ലട്ടെ. അവസാനം സതിയില്ലാതെ രക്ഷയില്ലാതെ നേതാക്കന്മാർ പറഞ്ഞു, എന്നാൽ സമരത്തിന് പോവാം. അങ്ങനെയാണ് 1946 ഒക്ടോബർ മാസം 27-ാം തീയതി ജീവനുള്ള കമുകിനെ വെട്ടിമുറിച്ച് 4-5 പീസാക്കി, ഓരോ പീസിനെ 6ആയി കീറിയെടുത്ത് അതിന്റെ അകത്തിരിക്കുന്ന ചോറെന്ന് പറയുന്ന ഒന്നിനും കൊള്ളാത്ത വസ്തുവിനെ കളഞ്ഞ് ഒരൊറ്റ പെൻസിലിന്റെ മുന കൂർപ്പിക്കും പോലെ മുന കൂർപ്പിച്ച് വാദിക്കുന്തമാക്കി. ആ വാദിക്കുന്തം എടുത്തുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന കർഷക തൊഴിലാളികൾ സമരത്തിന് പോകാൻ തയ്യാറായിരിക്കുക. അപ്പോഴും നേതാക്കന്മാർ പറഞ്ഞു, ആരും തിരിച്ചു വരില്ല. അപ്പോ സഹാക്കൾ പറഞ്ഞു, ഒരു കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പ് നൽകാം. എന്താ ഉറപ്പ്? പോലീസുകാരൻ വയ്ക്കുന്ന വെടിയുണ്ട, അതിൽ ഒരു വെടിയുണ്ട പോലും ഞങ്ങളുടെ പുറകിലായിരിക്കില്ല, പിറകിലായിരിക്കില്ല, എവിടെ തന്നെ ആയിരിക്കും? നെഞ്ചിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്തിരിഞ്ഞു പോകില്ല എന്നാണ് പറഞ്ഞത്. തുരുതുരാ വെടിവെച്ചില്ലേ? രാവിലെ 10 മണിക്ക് തുടങ്ങിയ വെടിവെപ്പ് വൈകുന്നേരം ഇരുട്ട് വീഴുന്നത് വരെ തുടർന്നില്ലേ? എത്ര ആളുകളാ മരിച്ചത്? വ്യക്തമായ ഒരു കണക്ക് നമ്മുടെ കയ്യിൽ പോലുമില്ല. പക്ഷേ ചരിത്രം പറയുന്നത് 700-ലേറെ വരുന്ന കർഷക തൊഴിലാളികൾ അന്നത്തെ വെടിവെയ്പ്പിൽ മരിച്ചു വീണുവെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു സമരം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമായി ഇങ്ങനൊരു സമരം നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ? ഈ കമ്മ്യൂണിസ്റ്റുകാരൻ തൊഴിലാളി മേഖലയിലും കർഷക തൊഴിലാളി മേഖലയിലും നടത്തിയ സമരം ഐതിഹാസികമല്ലേ? ആരെങ്കിലും ഇത് പറയുന്നുണ്ടോ? ഇതിലുപരിയായിട്ടാണ് 1924 രൂപം വിപ്ലവകാരികളുടെ സംഘടന. ചന്ദ്രശേഖർ ആസാദ് കേട്ടിട്ടില്ലേ? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്,
അവർക്ക് വീർപ്പ് പൊട്ടി ജീവിക്കുക. വിപ്ലവകാരികളാ. ഭഗത് സിംഗും കൂട്ടുകാരും തീരുമാനിച്ചു യോമാരാരെങ്കിലും ഒക്കെ കൊല്ലണം, കൊന്നാലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടൂ. അങ്ങനെയാണ് ഭഗത് സിംഗും മറ്റൊരു സഖാവും കൂടി ഇവിടെ കയറുന്നു. ബ്രിട്ടീഷുകാരന്റെ അസംബ്ലിയിൽ കയറി ബോംബെറിഞ്ഞു, കൈയോടെ പിടിച്ചു, 3 പേരും തൂക്കിക്കൊന്നു. രാജഗുരുവും സുഖദേവും ഭഗത് സിംഗും 3 പേരും തൂക്കിക്കൊന്നു. ഭഗത് സിംഗ് ജീവിച്ചിരുന്നെങ്കിൽ പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകുമായിരുന്നു. സ്റ്റാലിൻ 1928 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്റർനാഷണൽ യോഗം, അതിൽ ഇന്ത്യയിൽ ഉസ്മാൻ സാഹ് പോയി പങ്കെടുക്കാൻ. 28 യോഗം പിരിയുമ്പോ സ്റ്റാലിന് ഒരു കുറിപ്പ് എഴുതി ഉസ്മാന്റെ കയ്യിൽ കൊടുത്തു. ഭഗത് സിംഗിന് എത്തിക്കണമെന്നാ പറഞ്ഞേ. ആ കുറിപ്പ് എഴുതിയിരിക്കുന്നത് താങ്കൾ മോസ്കോയിലേക്ക് വരണം. ആരാരെ വിളിക്കുകയാണ്? ഭഗത് സിംഗിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക പ്രസ്ഥാനത്തിന്റെ നേതാവ് സ്റ്റാലിൻ കൊടുത്തയച്ച കുറിപ്പ്. ആ കുറിപ്പുമായി പോയ ഉസ്മാനെയും ബ്രിട്ടീഷുകാരും പോലീസ് അറസ്റ്റ് ചെയ്തു. ഭഗത് സിംഗിനെ അടുത്ത മാസം തൂക്കിക്കൊല്ലി. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നമ്മൾ എത്ര ധാരയെ പറഞ്ഞു? കോൺഗ്രസുകാരൻ നടത്തിയ സമരം പറഞ്ഞു, അല്ലെ? നമ്മൾ മറച്ചു വെച്ചോ? ആ സമരത്തിന്റെ രീതി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തിയ ഐതിഹാസികമായ സമരങ്ങൾ പറഞ്ഞു. വിപ്ലവകാരികൾ നടത്തിയ സമരം പറഞ്ഞു. ഇതിലെവിടെ RSS? എവിടെ RSS? അവരല്ല ഇന്ത്യ ഭരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1914 ഹിന്ദു മഹാസഭ രൂപം കൊള്ളുക. ഇവിടുത്തെ ഒരു സവർക്കറേയും കൊണ്ട് നടക്കിയ ഭീരുവല്ലേ അയാൾ. കോൺഗ്രസ് ആയിരുന്നു, ജയിലിലായിപ്പോയി. കോൺഗ്രസ് ആയതുകൊണ്ട് ജയിലിൽ പിടിച്ചു. 4-5 മാസം കഴിഞ്ഞു, പുറത്തു പോണില്ല. കാവലിക്കുന്ന പോലീസുകാരും ഡ്യൂക്കിൽ പോലീസുകാരും എന്ന് ചോദിക്കുക, പോണ്ടേ? ഇവിടെ കിടന്നു മതിയോ? പോണം. എന്താ മാർഗം? പാർട്ടി മാറ്. കോൺഗ്രസ് എന്നത് മാറി ഹിന്ദു മഹാസഭയാവ് ആയില്ലേ? എന്നിട്ടും വിടുന്നില്ല. അപ്പൊ അങ്ങോട്ട് തന്നെ ചോദിച്ചു, ഇനി എന്താ ഒരു മാർഗം? മാപ്പപേക്ഷ എഴുതി കൊടു. മാപ്പപേക്ഷ 1ഉം 2ഉമല്ല, 6 മാപ്പപേക്ഷയാണ് സവർക്കർ ബ്രിട്ടീഷുകാരൻ എഴുതി കൊടുത്തത്. അങ്ങനെയാണ് ജയിൽ വിമോചിതനായത്. ഗാന്ധി കൊലക്കേസിലെ 7ാമത്തെ പ്രതിയാണ് വീര സവർക്കർ. അയാൾ വീരൻ പോലും. നാണക്കേട്. വീരത്വം എന്താണെന്ന് അറിയാത്തവരല്ലേ പറയുന്നേ. ഇവർക്ക് ഈ ചരിത്രത്തിൽ എന്താ പങ്ക്? 1925 RSS ഉണ്ടായി, 35ആയി, 45ആയി. ഡെയിലി ബൈഠക്കാണ്. ബൈഠക്ക് എന്ന് പറഞ്ഞാൽ അവരെ കമ്മിറ്റി, നമ്മൾ കമ്മിറ്റി എന്നൊക്കെ പറയും. അവര് സംസ്കൃതയെ പറയും. ആരെയൊക്കെ മനസ്സിലാവാതിരിക്കണം. അങ്ങനെയുള്ള പദങ്ങളെ അവർ പ്രയോഗിക്കൂ. ബൈഠക്ക് ഒരു രക്ഷയില്ല, ക്ലച്ച് പിടിക്കുന്നില്ല RSS. അവസാനം നേതൃസമിതി ചേരുക. ഇതെങ്ങനെ വളർത്തണം? വളരുന്നില്ലല്ലോ. അവസാനം അവര് കണ്ടെത്തി അക്രമം നടത്തണം. അക്രമം എന്ന് പറഞ്ഞാൽ ബസ്സറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കത്തിച്ചിട്ട് വല്ല കാര്യം? അതിലൊന്നും ഒരു കാര്യമില്ല. കൊല്ലണം. ആരെങ്കിലും ഒക്കെ കൊല്ലണം. ആരെങ്കിലും കൊന്നാൽ മതിയോ? ആരെങ്കിലും കൊന്നിട്ട് കാര്യമൊന്നുമില്ല. അടുത്ത ദിവസം നമ്മള് മറക്കും, അല്ലേ? അപ്പൊ കൊല്ലുന്നെങ്കിൽ ആ കൊലപാതകം കേൾക്കുമ്പോൾ ലോകത്തിലെ ജനങ്ങൾ ഞെട്ടി പറയണം. ആ കൊലപാതകത്തിന്റെ നോവ് ഇന്ത്യക്കാരുടെ മനസ്സിലൊന്നും തീരാത്ത നോവായി, പ്രയാസമായി, വേദനയായി നിലകൊള്ളണം. അങ്ങനെയുള്ള ഒരാളെ കൊല്ലണം. അതാരുണ്ട്? ഗാന്ധിജി അല്ലാതെ വേറെ ആരുമില്ല. പാവം നാഥുറാം വിനായക ഗോഡ്സെ അപ്പൊ തന്നെ കൈ ഉയർത്തി, ഞാൻ ഏറ്റുവെന്ന്. 3 പ്രാവശ്യം നാഥുറാം വിനായക ഗോഡ്സെ ഗാന്ധിജിയുടെ നേർക്ക് വെടി ഉതിർത്തു. ഉന്നം തെറ്റിപ്പോയി 3 പ്രാവശ്യം. അപ്പോ ഇയാൾ തന്നെ ആലോചിക്കുക, എന്താണോ വെടികൊള്ളാത്തേ? എന്റെ കുഴപ്പമില്ലല്ലോ, എന്നാ പിന്നെ തോക്കിന്റെ കുഴപ്പമായിരിക്കും. 1948 ജനുവരി മാസം 29-ാം തീയതി നാഥുറാം വിനായക ഗോഡ്സെ വണ്ടി കയറി ഗോളിയർ രാജകൊട്ടാരത്തിൽ പോയി 300 രൂപ കൊടുത്ത കൽപ്പുറ എന്ന് പറയുന്ന ഒരു രാജകുടുംബാംഗത്തിൽ നിന്ന് ഒരു പുത്തൻ തോക്ക് വാങ്ങിച്ചു. അവിടെ കിടന്ന് പ്രാക്ടീസ് ചെയ്തു. നമ്മുടെ കനകക്കുന്ന് കൂട്ടുകാരില്ലേ, ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ, ചാടാനും ഓടാനും മറിയാനും ഒക്കെ. അവിടെ കിടന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പിറ്റേന്ന് ബിർള ഹൗസിൽ വന്ന ഗാന്ധിജിയെ കൊല്ലുന്നത്. അതിന്റെ മറ്റ് വിശദാംശങ്ങൾ ഇതല്ലാതെ RSSന് വേറെ വല്ലതും പറയാനുണ്ടോ? നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടി ഇന്ത്യ ഭരിക്കുന്ന ഈ വർഗീയ ശക്തികൾക്കുണ്ടോ? പിന്നെ ഏതാ ബാബറി മസ്ജിദ് തകർത്തു, അല്ലേ? ഗുജറാത്തിൽ വംശീയ കലാപം നടത്തി. ഇതല്ലാതെ എന്താ ഉള്ളത്? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തൊഴിലാളികൾക്ക് അവരുടേതാവുന്ന പങ്കുണ്ട്.
കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പങ്കുണ്ട്, വിപ്ലവകാരികൾക്ക് പങ്കുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് പങ്കുണ്ട്. ഇതുപോലൊരു പങ്ക് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന RSSനില്ല. അതുകൊണ്ട് ചരിത്രം മാറ്റിയിരിക്കണം. ഇന്ത്യൻ ചരിത്ര കൗൺസിൽ, ഇന്ത്യൻ ചരിത്ര കൗൺസിൽ സുദർശന റാവുവിനെ പോലുള്ള ആളുകളെ കൊണ്ടിരുത്തിയല്ലേ സംസ്കൃതം മാത്രം അറിയാം, വേറെ ഒന്നും അറിഞ്ഞൂടാ. ചരിത്രം മാറ്റി എഴുതിയല്ലേ. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ അല്ലേ? അത് ബ്രോഷറിൽ ഇല്ല. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് അച്ചടിക്കുന്ന ബ്രോഷറിൽ എന്തില്ല? താജ്മഹൽ ഇല്ല. എന്താ ഇല്ലാത്ത? ആരെങ്കിലും വന്ന് താജ്മഹൽ കണ്ടാൽ പറയില്ലേ ഷാജഹാൻ ചക്രവർത്തി പണിതയാണ്. ആർക്കു വേണ്ടി പണിതത്? മുംതാസിന് വേണ്ടി പണിതതാണ്. അപ്പൊ വന്ന സാഹിബിനൊരു സംശയം, അപ്പൊ ഇവിടെ മുസ്ലിങ്ങളുണ്ടോ? ഇവിടെ ഇന്ത്യ ഇന്ത്യ, ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. അപ്പോ ഈ ഗൈഡ് പറഞ്ഞു കൊടുക്കേണ്ടി വരും, 1200 വർഷം സാഹിബ് ഈ രാജ്യം ഭരിച്ചത് മുഗളന്മാരാണ്, മുസ്ലിങ്ങളാണ് അല്ലേ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ ഡൽഹിയിലെ സുൽത്താൻ ബഹദൂർ ഷാ ആയിരുന്നു. ഇതൊക്കെ പറയേണ്ടി വരും. അത് പറയുന്നത് ആർക്ക് നാണക്കേട്? RSSന് നാണക്കേട്, നരേന്ദ്രമോദിക്ക് നാണക്കേട്. അപ്പൊ ചരിത്രത്തെ തമസ്കരിക്കുക. കുത്തബ് മിനാറിനെ ശിവലിംഗമാക്കാൻ പോവുക. ശിവലിംഗം 3700 ചരിത്ര സ്മാരകങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിൽ കുറെ എണ്ണം യുനെസ്കോ അംഗീകരിച്ചതാണ്. അതെല്ലാം വിറ്റ് പണമാക്കാൻ പോകുന്നു. അതെല്ലാം ആനന്ദണ്ണൻ പ്രസംഗിക്കും. എല്ലാം വിറ്റ് പണമാക്കാൻ പോവുക. അത്തരത്തിൽ ചരിത്രത്തിൽ ഇടമില്ലാത്ത ആളുകൾ ചരിത്രത്തെ തിരുത്തിയെഴുതാൻ വേണ്ടിയുള്ള പരിശ്രമം ഇന്ന് നമ്മുടെ രാജ്യത്ത് കാര്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ 3 വർഷമായി തൊഴിലാളി വർഗം, കമ്മ്യൂണിസ്റ്റുകാരൻ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്ക് ജനങ്ങളോട് പറയണം. ഈ സമര ചരിത്രത്തിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആർക്ക് പങ്കില്ല? ഇവിടുത്തെ വർഗീയ ശക്തികൾക്ക് ഒരു പങ്കുമില്ല എന്നത് ജനങ്ങളോട് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ ഈ ദിനാചരണം നടത്തുന്നത്. ഇന്ന് ഈ സമരവേദിയിലാണ് ഇത്തരത്തിലൊരു പ്രഭാഷണം നടത്തിയത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സമരസഹാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.